ജോഷ്ല, ഗുഡ് മോർണിംഗ്. ഏതായാലും ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് കൈത്താങ്ങാകുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുകയാണ്. അവർക്ക് വീട് കൊടുക്കുന്ന നടപടിക്രമങ്ങളുടെ തീരുമാനം ഒരുപക്ഷെ ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ് മനു. ഏറ്റവും ആശ്വാസകരവും സന്തോഷകരവുമായ ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഏകദേശം 178 വീടുകൾ, ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കുള്ള 178 വീടുകൾ ഫസ്റ്റ് ഫേസിൽ നിന്നും കൈമാറും. അതിനുള്ള തീയതി മാത്രമേ ഇനി നിശ്ചയിക്കേണ്ടതുള്ളൂ. ഞാൻ നിൽക്കുന്നത് ഒരു വീടിൻ്റെ, ടൗൺഷിപ്പിലെ ഒരു വീടിൻ്റെ ടെറസിലാണ്. നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ എല്ലാ വീടുകളും, പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന നിരവധി വീടുകൾ, ഫേസ് 1 വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. 178 വീടുകളുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി വീടുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും ഈ തൊഴിലാളികൾ രാവിലെ ഞങ്ങളിവിടെ ഒരു 6:45 ഞങ്ങളിവിടെ എത്തിയിരുന്നു. ഈ തൊഴിലാളികളെല്ലാം തന്നെ ആ സമയം തൊട്ട് ഇവിടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അവരെല്ലാം തന്നെ ഒത്തൊരുമയോടുകൂടി എത്രയും പെട്ടെന്ന് ഈ ജോലികളൊക്കെ തന്നെ പൂർത്തിയാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ദുരന്തബാധിതർക്ക് വീടുകൾ കൈമാറണം എന്നുള്ള ആ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെ ഏറെ ആശ്വാസകരമായ കാര്യം കൂടിയാണ്. വീടുകളൊക്കെ തന്നെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഫേസ് 1 107 വീടുകളാണ്, അതായത് സോൺ 1 അതിൽ 107 വീടുകളാണ് കൈമാറുക. മാതൃക വീട് ഉള്ള സ്ഥലമാണ് സോൺ 1 എന്ന് പറയുന്നത്. സോൺ 3 ആണ് 23 വീടുകളുള്ളത്. സോൺ 4 48 വീടുകളാണ് ഉള്ളത്. ഈ വീടുകളുടെ ഒക്കെ തന്നെ പണിയാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഈ വീടുകളാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാതൃകാ വീട് എന്നതിലുപരി മാതൃകാപരമായി തന്നെയാണ് വീടുകൾ കൈമാറാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവർക്കൊന്നും തന്നെ, അതായത് വീടുകളുടെ ഗുണഭോക്താക്കൾക്ക് ഒരു തരത്തിലും മാനസിക പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് ഓരോ വീടിനും ഓരോ നമ്പർ ഇട്ടിരിക്കുന്നു. ഈ നമ്പറുകൾ അവർ തന്നെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയാണ്. ആ വീടുകളായിരിക്കും, അവർ എടുക്കുന്ന വീടുകളായിരിക്കും ഏത് നമ്പറാണോ അവർ സെലക്ട് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല. നറുക്കെടുപ്പിൽ അവരുടെ കയ്യിലേക്ക് വരുന്നത് ഏത് നമ്പറാണോ ആ നമ്പർ വീടായിരിക്കും അവരുടേത് എന്നുള്ളതാണ്. മാത്രമല്ല മറ്റൊരു കാര്യം, ആ വീടുകൾ കൈമാറുന്ന സമയത്ത് തന്നെ അവരുടെ ഈ വീടിൻ്റെ അതിർത്തി നിർണയം നടക്കും. ആ അതിർത്തി നിർണയത്തിന് ശേഷം ഇവർക്കുള്ള വീടുകളുടെ ആ ഒരു രേഖ കൂടി കൈമാറാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, സോളാർ പാനൽ ഓരോ വീടിന് മുകളിലും സോളാർ പാനൽ അടക്കം സ്ഥാപിക്കും. അതുപോലെ തന്നെ 10 സീവേജ് പ്ലാന്റുകളുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് കുടിവെള്ള പ്രൊജക്റ്റ് 9 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ജലസംഭരണിയുടെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് റോഡുകളുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ സർക്കാർ എന്തൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെ ഒരു കുടുംബത്തിന് അത്യാവശ്യം വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ റെഡിയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ വീടുകൾ കൈമാറാൻ പൂർണ്ണമായും സജ്ജമാക്കുക എന്നുള്ളതാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം നടക്കും. ആ യോഗത്തിലായിരിക്കും അടുത്ത മാസം തന്നെ ഏതെങ്കിലും ഒരു ദിവസം ഈ വീടുകൾ ആദ്യ ഗുണഭോക്താക്കൾക്ക് 178 ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ആ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവർക്കാണ് ആദ്യഘട്ടത്തിലുള്ള വീടുകൾ കൈമാറുക. ഈ വീടുകൾ കൈമാറാനുള്ള തീയതി ഇന്ന് ചേരുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ തീരുമാനിക്കും എന്നുള്ളതാണ്. ഇന്നലെ മന്ത്രി OR കേളു ഇന്നലെ ഇവിടെ സന്ദർശിച്ചിരുന്നു. ടൗൺഷിപ്പിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിരീക്ഷിച്ചിരുന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഇന്ന് തീയതി നിശ്ചയിക്കും എന്നുള്ളതാണ്. എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ പോവുകയാണ് സർക്കാർ എന്നുള്ളത്. മാത്രമല്ല മറ്റൊരു കാര്യം, അവരേത് പരിതസ്ഥിതിയിലാണോ താമസിച്ചിരുന്നത് ആ പരിതസ്ഥിതിയിൽ തന്നെയാണ് ആ വീടുകൾ എന്നുള്ളതാണ്. മലയുടെ താഴ്വാരത്ത് ഒരു ഭാഗത്ത് മലയാണ്. ആ മലയുടെ താഴ്വാരത്ത് ഏറ്റവും പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് മറ്റൊരു ഭാഗത്ത് കൽപ്പറ്റ ടൗൺ ആണ്, കൽപ്പറ്റ നഗരമാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ടായിരിക്കും. അത്തരത്തിലുള്ള എല്ലാ പരിതസ്ഥിതികളോടും കൂടിയാണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പോലും അവർക്ക് ഇല്ലാത്ത രീതിയിൽ അവർക്ക് അനുകൂലമായ പരിസ്ഥിതിയിൽ അവരെ
പുനരധിവസിപ്പിക്കുന്നു. അവരുടെ എല്ലാ പ്രയാസങ്ങളും നേരിട്ട് മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാവരെയും ഒരുമിച്ച് താമസിപ്പിക്കാൻ സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യം. അന്ന് തൊട്ട് ഇന്ന് വരെ ഓരോ കുടുംബത്തിനും 25,000 രൂപ വീതം ചെലവാക്കിക്കൊണ്ടാണ് സർക്കാർ അവരെ ആ വാടക വീടുകളിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതുവരെ കൈക്കുമ്പിളിൽ വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സർക്കാർ അവരെ ഇവിടേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ ആശ്വാസകരമായ കാഴ്ച എന്ന് പറയുന്നത്. മനു, ഒരു കാര്യം കൂടി ജോഷ്ല, 410 വീടുകളാണല്ലോ ടൗൺഷിപ്പിൽ ഇപ്പോൾ നിർമ്മിക്കുന്നത്. അതിലിപ്പോൾ എത്ര വീടുകളുടെ നിർമ്മാണം മേൽക്കൂരയടക്കം പൂർത്തിയായിട്ടുണ്ട്? അതിന്റെ കണക്ക് ജോഷ്ല എടുത്തിട്ടുണ്ടോ? മനു, ഈ 178 വീടുകളുടെ ആണ് മേൽക്കൂരി അടക്കം റെഡിയായിട്ടുള്ളത്. അതുകൊണ്ടാണ് 178 വീടുകൾ കൃത്യമായും കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ 410 വീടുകളുടെ മേൽക്കൂര എന്ന് ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റുകളുടെ പണി ഏകദേശം 300 വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായിട്ടുണ്ട്. 310 വീടുകളുടെ കോൺക്രീറ്റ് ഫെബ്രുവരി മാസത്തോടുകൂടി പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം അത് കൂടി കഴിഞ്ഞാൽ എല്ലാ വീടുകളും കൈമാറാൻ സാധിക്കും. മറ്റുള്ള പ്രവർത്തനങ്ങൾ കൂടി, അതായത് മെയിൻ്റെനൻസ്, മറ്റ് ഒരു ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോഴേക്കും പൂർണ്ണമായും 410 വീടുകളുടെയും പണി പൂർത്തിയാക്കി ഉപഭോക്താക്കൾക്ക് കൈമാറാൻ കഴിയുമല്ലേ? അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരു പ്രതീക്ഷ. 178 വീടുകളാണ് ഫെബ്രുവരി അവസാനമാകുമ്പോഴേക്കും കൈമാറാൻ സാധിക്കുക എന്നാണ് ULCC അധികൃതർ ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, മറ്റുള്ള പ്രവർത്തനം അതേപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഫെബ്രുവരി അവസാനത്തോടു കൂടി കൈമാറാൻ സാധിക്കുമായിരിക്കും. എന്നാൽ ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ 178 വീടുകളുടെ പണി പൂർത്തിയാകുന്ന അതേ സമയം തന്നെ മറ്റു വീടുകളുടെ പ്രവർത്തനവും അതേ ഘട്ടത്തിൽ മറ്റു സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു സംഘം എന്ന് വെച്ചാൽ ജോലിക്കാർ ഓരോ സോണിലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരേ സമയം തന്നെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഫേസ് 5 വരെ, അതായത് 5ാം സോൺ വരെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നേരെ പിന്നിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ തന്നെ സ്ട്രക്ചറൊക്കെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 178 വീടുകളുടെ എല്ലാ പണിയും കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റുള്ള വീടുകളുടെ പ്രവർത്തനങ്ങൾ അതേ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. മനു.